ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റൽ എന്ന സ്ഥലത്ത് ജോർജ് മുള്ളറിന് 1500 കുട്ടികൾ പോറ്റുന്ന ഒരു അനാഥാലയം ഉണ്ടായിരുന്നു. അനാഥാലയം വിശ്വാസത്താൽ മാത്രം നടത്തണമെന്ന് മുള്ളർ വളരെ കർശനമായിട്ട് നിർദ്ദേശിക്കുകയുണ്ടായിരുന്നു. ആരോടും പണസഹായം ആവശ്യപ്പെടരുതെന്നും പരോക്ഷമായിട്ട് പോലും പണത്തിൻ്റെ ആവശ്യം ആരോടും വെളിപ്പെടുത്തരുതെന്നും തൻ്റെ ഉദ്യോഗസ്ഥരോട് മുള്ളർ പറഞ്ഞിരുന്നു. ഒരു ദിവസം രാവിലെ അനാഥാലയത്തിൽ അല്പം പോലും ഭക്ഷണമില്ലെന്നും ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും പണം തന്നാൽ തന്നെ കടയിൽ പോയി സാധനം വാങ്ങി ഭക്ഷണം പാകം ചെയ്യുമ്പോഴേക്കും കുട്ടികൾ വിശപ്പ് കൊണ്ട് തളരുമെന്നും മുള്ളറിന് അറിവ് ലഭിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചു. അതിനുശേഷം പതിവ് പോലെ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് പന്തിയായി ഇരുത്തുവാനും മറ്റുള്ളവരോട് അവർക്ക് പാത്രങ്ങൾ നൽകുവാനും ആവശ്യപ്പെട്ടു. ദൈവം നൽകിയ ഭക്ഷണത്തിനായി സ്തോത്രം ചെയ്യുവാൻ അദ്ദേഹം കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെട്ടു. ആഹാരമില്ലാത്ത വിവരം അറിയാതിരുന്ന കുഞ്ഞുങ്ങൾ അത്യുത്സാഹത്തോടെ തന്നെ സ്തോത്രം ചെയ്യുവാൻ തുടങ്ങി. പെട്ടെന്നാണ് അനാഥാലയത്തിൻ്റെ ഗേറ്റിൽ ഒരാൾ തട്ടി വിളിക്കുന്നത് കേൾക്കാനിടയായി. ഇത് ജോർജ് മുള്ളറിൻ്റെ അനാഥാലയമാണോ എന്നവർ ചോദിച്ചു. ഭക്ഷണപദാർത്ഥങ്ങളുമായി വന്ന ഒരു കുതിരവണ്ടി വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണ സാധനങ്ങൾ എവിടെ ഇറക്കണമെന്ന് ആ മനുഷ്യൻ ചോദിച്ചു. നേരെ പന്തിയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിളമ്പിക്കൊടുക്കുക എന്ന് അദ്ദേഹം തൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു. അന്നവർക്ക് വിഭവസമൃദ്ധമായിരിക്കുന്ന സദ്യയായിരുന്നു. സംഭവിച്ചതെന്താണെന്നറിയാമോ? അടുത്ത ഗ്രാമത്തിൽ ഒരുക്കപ്പെട്ടിരുന്നൊരു വിവാഹ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടവർക്ക് സംബന്ധിക്കുവാൻ സാധിക്കാത്ത വിധം വരൻ്റെയോ വധുവിൻ്റെയോ ഭവനാംഗങ്ങളിൽ ഒരാൾ മരിച്ചുപോയി. പാചകം ചെയ്ത ഭക്ഷണം എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരുന്നപ്പോൾ ജോർജ് മുള്ളറിൻ്റെ അനാഥാലയത്തെക്കുറിച്ച് അറിയാമായിരുന്നൊരു വ്യക്തി ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ആ ഭക്ഷണ പദാർത്ഥം ഇവിടെ എത്തിയത്. ദൈവം ആശ്രയിക്കത്തക്കവനാണെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കുവാൻ ആഗ്രഹിച്ച് കുഞ്ഞുങ്ങളെ വിശ്വാസത്താൽ പോഷിപ്പിക്കുവാൻ താൻ സകല പരിശ്രമങ്ങളും ചെയ്യുമെന്ന് ജോർജ് മുള്ളർ ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി. പ്രിയ ദൈവത്തിലെ സകല ആവശ്യങ്ങൾക്കും നീ കർത്താവിൽ ആശ്രയിക്കുവാൻ അഭ്യസിച്ചിട്ടുണ്ടോ? വേദപുസ്തകത്തിലെ മധ്യവാക്യം മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സങ്കീർത്തനം 118:8. ദൈവേഷ്ടത്തിൻ്റെ മധ്യത്തിൽ ഇരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവജനത്തിൻ്റെ മധ്യത്തിലേക്ക് കടന്നു ചെല്ലുക.